അസ്സലാമലൈക്കും. എൻ്റെ എല്ലാ മുത്തുമണികളും സുഖമായിട്ടിരിക്കുന്നു. അൽഹംദുലില്ലാ ഞാൻ സുഖമായിട്ടിരിക്കുന്നു പറയത്തില്ല, എനിക്ക് പനിയൊക്കെയാണ് കേട്ടോ. അതാണ് ശബ്ദത്തിനൊക്കെ ചെറിയൊരു മാറ്റം വന്നിരിക്കുന്നത്, എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിവിടെ ഇന്നൊരു ചക്കപ്പേരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോസ് ഒന്ന് കണ്ട് കമൻ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക മുത്തുമണികളെ. അപ്പം നല്ല അടിപൊളി റെസിപ്പിയാണിത്. ചക്ക ഉപ്പേരി ഇങ്ങനെ വറുക്കണം, നല്ലപോലെ മൂപ്പിച്ചെടുക്കണം, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ഇത് ടേസ്റ്റായിട്ടുള്ള നല്ലൊരു ചക്കപ്പേരിയുടെ റെസിപ്പിയാണെന്നുള്ളത്. എനിക്ക് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരുപാടൊന്നുമില്ല, കുറച്ച്. അപ്പോൾ അതുകൊണ്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഞാനതിനായിട്ട് ഈ ചക്കയാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ചക്കയുടെ പൂഞ്ചും ചക്കക്കുരു ഇതൊക്കെ ഞാൻ മാറ്റിയെടുക്കുകയാണ് എൻ്റെ ഇതിൽ നിന്നും. അപ്പോൾ ഇതെല്ലാം ഞാൻ വൃത്തിയാക്കി ഒന്ന് ഫ്രഷാക്കി കൊണ്ടുവരാം. ഫ്രഷാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ, ഇതുപോലെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചക്കക്കുരുവും പൂഞ്ചും ഒക്കെയാണ് ഈ മാറ്റി വെച്ചിരിക്കുന്നത് മുത്തുമണികളെ, കണ്ടോ. എന്നിട്ട് ഞാനിതുപോലെ ഫ്രഷാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ മുത്തുമണികൾക്ക്, എല്ലാവർക്കും അറിയാവുന്നൊരു റെസിപ്പി തന്നെയാണിത്. എന്നാലും ഞാനൊരു വീഡിയോസാക്കി കൊണ്ടുവന്നേക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും ഫ്രഷാക്കി എടുത്തിട്ടുണ്ട് മുത്തുമണികളെ. ഇനി നമുക്ക് ഇതിൽ നിന്നും ഓരോന്നും എടുത്ത് അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ കണ്ടോ, ചെറുതായിട്ട് അരിയണം. എൻ്റെ പിച്ചാത്തിക്ക് വലിയ മൂർച്ചയുള്ളൊരു പിച്ചാത്തിയാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ പേടിച്ചാണ് അരിയുന്നത്. പിന്നെയാണ് ഞാൻ കട്ടിംഗ് ബോർഡിൻ്റെ കാര്യം ഓർത്തത്. അങ്ങനെ ഞാൻ പിന്നെ കട്ടിംഗ് ബോർഡ് എടുത്ത് വെച്ച്. കട്ടിംഗ് ബോർഡ് ഞാൻ എടുത്തുകൊണ്ട് വരട്ടെ മുത്തുമണികളെ. ഇതങ്ങോട്ട് അരിഞ്ഞ് വെച്ചിട്ട് കേട്ടോ, ഇച്ചിരി ഒന്ന് അരിഞ്ഞതേ ഉള്ളൂ. കൈ പേടിയാവുന്നു, എൻ്റെ വിരലും കൂടെ ചിലപ്പോൾ മുറിഞ്ഞു പോകും. പിന്നെ ഞാൻ അല്ലെങ്കിൽ മുറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ എനിക്ക് ഒന്നിനും പറ്റാത്ത അവസ്ഥയായും കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ കട്ടിംഗ് ബോർഡ് എടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയുള്ള ചക്ക ഞാൻ കട്ടിംഗ് ബോർഡിനകത്ത് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, പേടിച്ചാണ് ഞാൻ മുറിക്കുന്നത്. എന്നാലും ഞാൻ കട്ടിംഗ് ബോർഡ് എടുത്തുകൊണ്ട് വന്നു കണ്ടോ. അപ്പോൾ ഞാൻ എല്ലാം കട്ടിംഗ് ബോർഡിലായപ്പോൾ പെട്ടെന്ന് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ കേട്ടോ. അങ്ങനെ കട്ട് ചെയ്ത് ഞാനിവിടെ ചെറിയതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ. തീരെ ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നല്ലപോലെ അരിഞ്ഞൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതൊരു ബേസനിലോട്ട് തട്ടിക്കൊടുക്കാം. അപ്പോൾ ഈ ബേസനിലോട്ട് ഞാൻ എടുത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, മസാലപ്പൊടി, ഉപ്പ് പൊടി, അങ്ങനെ എല്ലാ ഐറ്റംസും ഇതിനകത്ത് ചേർന്നിട്ടുണ്ട്. അപ്പോൾ മസാലയൊക്കെ ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇത് വറുത്ത് വരുമ്പോൾ കേട്ടോ കഴിക്കാൻ. അപ്പോൾ എന്നിട്ട് ഇതൊന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. എല്ലായിടത്തോട്ടൊന്ന് വരുന്ന രീതിയിലൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് മുത്തുമണികളെ. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണേ. എനിക്ക് തൊണ്ട പോലും വയ്യ കേട്ടോ. ഞാൻ ഈ സംസാരിക്കുന്നെങ്കിലും ഭയങ്കര ട്രൈ ആയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്, കാരണം അത്രക്കും തൊണ്ടയ്ക്ക് വയ്യാത്തത് കൊണ്ടാണ്. പിന്നെ ഞാൻ ഇതെല്ലാം ഒന്ന് 5 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അത് കഴിഞ്ഞ് ഞാൻ ഒരു ചീനച്ചട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ആട്ടിയ വെളിച്ചെണ്ണ ഞാൻ എടുത്തിരിക്കുന്നത്. എൻ്റെ മോൾ എനിക്ക് കൊണ്ടുവന്ന് തന്ന വെളിച്ചെണ്ണയാണ് കേട്ടോ, നല്ല സൂപ്പർ വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഇത് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ ചീനച്ചട്ടിയിലോട്ട് ഈ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് ശുദ്ധമായ വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പം എണ്ണയൊന്ന് ചൂടാകാൻ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ വോയിസിന് വല്ല ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും തോന്നരുത് കേട്ടോ മുത്തുമണികളെ. എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് കേൾക്കണേ മുത്തുമണികളെ. എൻ്റെ ഫുള്ളായിട്ട് എൻ്റെ വീഡിയോസ് കാണണം. നിങ്ങൾ ആരും പരസ്യം സ്കിപ്പ് ചെയ്യല്ലേ മുത്തുമണികളെ. നിങ്ങൾ കാണുന്ന പരസ്യത്തിനാണ് എനിക്ക് ഏറ്റവും വലിയ നേട്ടം കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ചീനച്ചട്ടി ചൂടായോ എണ്ണ ചൂടായോ എന്നറിയാൻ ഒരു ചക്ക ഇട്ട് നോക്കി, എണ്ണ ചൂടായിട്ടില്ല. അപ്പോൾ നമുക്കൊന്നും കൂടെ ചൂടാക്കാൻ വെക്കാം മുത്തുമണികളെ. അപ്പോൾ ചൂടായോ എന്നൊന്ന് ഇട്ട് നോക്കി ആ ചക്ക ഞാൻ മാറ്റി. ഇപ്പം ചൂടായിട്ടുണ്ട് കേട്ടോ എണ്ണ. അപ്പോൾ ഞാൻ എണ്ണയിലോട്ട് ചക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. തിളച്ച് വരുന്നുണ്ട് എണ്ണ. അപ്പോൾ ഞാൻ കുറച്ച് ചക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് മുത്തുമണികളെ. ചക്ക അരിഞ്ഞ് വെച്ചത് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഈ മസാലയും മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ കൂടി ഇതിനകത്തോട്ട് നമ്മൾ ചേർത്തിട്ടില്ല. എന്തോ ഒരു മണമാണെന്നറിയാം. അത് മൂത്ത് വരുമ്പോൾ നല്ല മണമാണ് കേട്ടോ. കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമ്മൾ എരിവുള്ള മിച്ചറൊക്കെ കഴിക്കുന്ന പോലെയാണ്. അപ്പോൾ അങ്ങനെ നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ എണ്ണയ്ക്കകത്ത് കിടന്ന് ഈ ചക്ക ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ മുത്തുമണികളെ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതൊന്ന് കണ്ടു തരണേ. ആരും സ്കിപ്പ് ചെയ്യല്ലേ മുത്തുമണികളെ. കഷ്ടമുണ്ട് കേട്ടോ. ഞാൻ എല്ലാവരും വീഡിയോസ് കണ്ടു കൊടുത്താലും ഞാൻ പരസ്യം കളയത്തില്ല. പരസ്യം സ്കിപ്പ് ചെയ്യാതെയാണ് കണ്ടു കൊടുക്കുന്നത്. കാരണം നമുക്ക് അതിനകത്താണ് ഒരു നേട്ടമുള്ളത് കേട്ടോ മുത്തുമണികളെ. അപ്പോൾ ഒരുവിധമല്ല നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് മുത്തുമണികളെ. അപ്പോൾ ഞാൻ ഇതിനകത്തുനിന്ന് പിന്നെ ഇതൊന്ന് കോരുവാണ് കേട്ടോ. നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കോരി ഒരു പാത്രത്തിലോട്ട് അരിപ്പയിലോട്ട് വാങ്ങുന്നുണ്ട്. വാങ്ങി വെച്ച് നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ആ മസാലയുടെ അതാണ് ആ എണ്ണയ്ക്കകത്ത് അത്രയും അങ്ങനെ കിടക്കുന്നത്. അപ്പോൾ എല്ലാ മുത്തുമണികൾക്കും സുഖമാണല്ലോ. അപ്പോൾ ഞാൻ വീണ്ടും രണ്ടാമത്തെ ഐറ്റംസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ വെച്ചിരുന്ന ആ ചക്ക ഉപ്പേരിയുടെ ചക്ക പിന്നെ അരിഞ്ഞ് വെച്ചതിൻ്റെ രണ്ടാമത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഒരുവിധമൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ മുത്തുമണികളെ. കണ്ടോ നല്ലപോലെ മൂത്തിട്ടുണ്ട്. അതും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ വീഡിയോ കേട്ടോ. കണ്ടോ നല്ല തെറിച്ച് പോകുന്നു, ഒടിക്കുമ്പോൾ തെറിച്ച് പോകുന്ന രീതിയിലാണ് ഞാൻ മൂപ്പിച്ചെടുത്തിരിക്കുന്നത്. അസ്സലാമു അലൈക്കും.